God, hallelujah. കർത്താവിന്റെ വലിയ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. God wants to do something amazing, something big, hallelujah. ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു കാര്യം ഇന്ന് നമുക്ക് വേണ്ടി വലിയ നിലവാരത്തിൽ വെളിപ്പെടും, hallelujah. ചില സമയങ്ങളിലൊക്കെ ദൈവ സാന്നിധ്യവും ദൈവത്തിന്റെ അഭിഷേകം അങ്ങനെ ഒരു ടേൺ എടുക്കുന്നത് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ കണ്ടിട്ടുണ്ട്. ചില സമയത്ത് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാനുള്ള ഇറ്റ്സ് എ ടീച്ചിങ് അനോയിന്റിങ്, എ പ്രീച്ചിങ് അനോയിന്റിങ്. ചില സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ആത്മപകർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു അഭിഷേകത്തിന്റെ പകർച്ച അങ്ങനെ സംഭവിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ആത്മപകർച്ചകൾ നടക്കും. ഒരു കാട്ടുതീ കത്തിപ്പടരുന്ന പോലെ ജനം ആത്മാവിലാകുവാൻ തുടങ്ങും, ഹല്ലേലൂയ. ചില സമയത്ത് ഭയങ്കരമായിട്ടുള്ള അനുതാപവും മാനസാന്തരവും ആ പ്രസൻസ്, ആ അഭിഷേകം അവിടെ വ്യാപരിക്കുന്ന it will take that turn, hallelujah. ചില സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വിടുതലുകളെ, that delivering hand of God, ദൈവത്തിന്റെ അതുപോലുള്ള വിടുവിക്കുന്ന വിടുതലിന്റെ കരം, ദുരാത്മാക്കളെ പുറത്താക്കുന്ന, പൈശാചിക ശക്തികളെ തകർക്കുന്ന അങ്ങനെയുള്ള ഒരു കരം വിടുമ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, അവിടെ കൂട്ട വിടുതലുകൾ നടക്കുന്ന, ഒന്നും രണ്ടും ദുർഭൂതങ്ങളല്ല, കൂട്ടമായി ഒരു കർട്ടൻ തുറക്കുന്നത് പോലെ പെട്ടെന്ന് വേറൊരു പ്രതലം ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, ദൈവത്തിന്റെ ഡെലിവറിംഗ് ഹാൻഡ്, ദൈവത്തിന്റെ വിടുവിക്കുന്ന ഒരു കരം നമ്മുടെ മധ്യത്തിലുണ്ട്. ദൈവം ആരെയും ഇടിച്ചു കയറി നിർബന്ധിച്ച് നിങ്ങളെ വിടുവിക്കുകയില്ല. സ്തോത്രം. നിങ്ങളുടെ ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തിന്റെ വിടുതലുകൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും ഒരു ആവശ്യബോധത്തോടും കർത്താവെ, ഈ മീറ്റിംഗിൽ കർത്താവിനെ സ്പർശിക്കണം, എന്നെ തൊടണം, എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ വിടുതലുകൾ നടക്കണം എന്ന് ആത്മാർത്ഥമായി അങ്ങനെ നിങ്ങൾ ഒരു ഒരുക്കത്തോടും പ്രാർത്ഥനയോടും ഇരുന്നാൽ ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അപ്പോൾ ആ സാന്നിധ്യവും ആ അഭിഷേകവും ഇന്ന് പകൽക്കാലം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ഒരു വിരുന്ന് ഒരുക്കുന്നത് പോലെ ദൈവം നമുക്ക് വേണ്ടി ഒരു വലിയ വിരുന്ന് ഒരുക്കിയിരിക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് വന്ന് അതൊന്ന് ഭക്ഷിക്കുവാൻ, ഒന്ന് കഴിക്കുവാൻ, നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൽ നിന്നൊന്ന് എടുത്ത് പാനം ചെയ്യുവാൻ, അത്ര നിങ്ങളൊന്ന് ഒരുങ്ങിയാൽ, ഒന്ന് തയ്യാറായി കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ദിവസം. Today will be your day of a breakthrough, a day of your deliverance. Praise God. കർത്താവ് പറഞ്ഞതുപോലെ ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു, ഹല്ലേലൂയ. ആരോ സൗഖ്യമായി, അല്ലെ, വലിയ പുരുഷാരന്മാർ തിക്കി തിരക്കി കർത്താവിനെ തൊട്ടുകൊണ്ടിരുന്നത്. അതിന്റെ മധ്യത്തിൽ ശക്തി എന്നിൽ നിന്ന് പുറപ്പെട്ടു. അപ്പൊ ശിഷ്യന്മാർ വണ്ടറടിക്കുക, കർത്താവെ, അങ്ങേ തിക്കി തിരക്കി തൊടുന്നത് എത്ര ജനമാണ്, അതിന്റെ മധ്യത്തിൽ ആരാ തൊട്ടത് എന്ന് ചോദിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പക്ഷേ കർത്താവിന് വളരെ വ്യക്തമാണ് ആരാ തൊട്ടത്, എപ്പോഴാണ് ശക്തി ഇറങ്ങിപ്പോയത്, ആരെ സ്പർശിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ശുശ്രൂഷിക്കുന്ന പാസ്റ്ററിന് വളരെ വ്യക്തമാണ്, കൃത്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സ്കൂളിലൂടെ ദൈവം പരിചയപ്പെടുത്തി പരിശീലിപ്പിക്കപ്പെടുത്തി ആ ഒരു പ്ലേസിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ആമേൻ. പക്ഷെ ചിലരുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ അത്ഭുതം, ഈ വിടുതലുകൾ ഭയങ്കര ശക്തമായി, അതൊരു വിടുതലായി, ഒരു ബ്രേക്ക് ത്രൂ ആയി, ഈ ബ്രേക്ക് ത്രൂവിന്റെ ഒരു ലെവൽ ആയി. സ്തോത്രം. വ്യത്യസ്തമായ നിലവാരങ്ങളിലാണ് ദൈവത്തിന്റെ വിടുതലുകൾ നടക്കുന്നത്. ചിലർക്ക് പെട്ടെന്ന് സൗൽ കുതിരപ്പുറത്തുനിന്ന് വീണ് തന്റെ ജീവിതത്തിൽ വലിയ മറക്കുവാനാകാത്ത ഒരു ദൈവപ്രവൃത്തി നടന്നതുപോലെ ദമസ്കോസിന്റെ പടിവാതിക്കൽ ദൈവത്തിന്റെ ലൈറ്റ്നിങ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആ ശക്തി ഒരു മിന്നൽ പ്രകാശം പോലെ സൗലിനെ അടിച്ചു. സൗൽ ഒറ്റ സ്പർശനത്തിൽ പൗലോസായി മാറി. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന പാസ്റ്ററും അങ്ങനെയുള്ള ഒരു അനുഭവക്കാരനാണ്. 16-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ഒറ്റ സ്പർശനമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാൻ. അത് കഴിഞ്ഞ് ഒത്തിരി എൻകൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ but that one encounter changed me 180 degree. Hallelujah. എൻ്റെ ജീവിതത്തിന്റെ ആരംഭ സമയങ്ങൾ, ശുശ്രൂഷയുടെ അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടിയ ആരംഭ സമയങ്ങൾ ഞാൻ കോഴിക്കോടായിരുന്നു. From that time a man on fire. Hallelujah. Hallelujah. ആ തീ കത്തി 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 നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. സ്തോത്രം. തീ അണഞ്ഞ് you will never see your pastor. 30 വർഷങ്ങൾ മേലുള്ള ശുശ്രൂഷ അനുഭവങ്ങളിൽ സ്മോൾ ഷോർട്ട് സീസൺസ് ആയിരിക്കും, അത് 1-2 ദിവസത്തിന്റെ സീസൺ ആയിരിക്കും, but never more than that. Hallelujah. The fire is still burning brighter. Hallelujah. Amen. ചില സമയത്ത് ഇതുപോലെ ദൈവത്തിന്റെ ഇലക്ട്രിസിറ്റി, ദ ഹെവൻസ് ഇലക്ട്രിസിറ്റി അടിക്കുന്ന പോലെ അത് നിങ്ങളെ അടിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു വലിയ ഡെലിവറൻസ്, ഒരു വലിയ വിടുതൽ നിങ്ങൾക്ക് സംഭവിക്കും. ചില സമയത്ത് അത് ക്രമേണ 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 പ്രോസസ്സിലൂടെ ആയിരിക്കും. പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടത്, അജിത്, ഞാൻ ചില ദൂതന്മാരെ നീ ഇവിടെ വരുന്നതിന് മുമ്പേ, ജനം വരുന്നതിന് മുമ്പേ ഞാൻ അയക്കുക. ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷകൾ ഇങ്ങനെ ഭംഗിയായി മനോഹരമായി നടക്കുവാൻ കാരണം there are ministers of God. ദൈവത്തിന്റെ ശുശ്രൂഷകർ വ്യത്യസ്ത നിലവാരങ്ങൾ, they are coming. സ്തോത്രം, ഹല്ലേലൂയ. പാസ്റ്റർ മൈക്ക് പിടിച്ചുകൊണ്ട് ഇവിടെ നിന്നാൽ മാത്രം കാര്യങ്ങൾ നടക്കുകയില്ല. there are ministers, ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ. മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ സ്തോത്ര ടൈറ്റിലുള്ള കുറെ ആൾക്കാരല്ല, ദൈവത്തെയും ദൈവജനത്തെയും സേവിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ, സെർവ് ചെയ്യുവാൻ, ഒരു ദാസനെ പോലെ സ്തോത്രം ആ ശുശ്രൂഷകൾക്ക് വേണ്ടി എന്ന് പറയുന്ന പോലെ എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ സേവാത്മാക്കളായ ദൈവത്തിന്റെ ദൂതന്മാർ, they are ministering spirits sent forth to minister to those who inherit salvation. അവരെയൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ളവരുടെ ശുശ്രൂഷ. ഇന്ന് നമ്മുടെ ആഗ്രഹത്തോട് ആവലോട് ദൈവസന്നിധിയിലേക്ക് വന്നിരിക്കുന്ന നമ്മെ ശുശ്രൂഷിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാം അനുഭവിക്കുവാൻ. സ്തോത്രം, ഹല്ലേലൂയ. There is a team.
There is a heavenly team. Hallelujah. ഒരു സ്വർഗീയ ഗണം നമ്മുടെ മധ്യത്തിലുണ്ട്. Amen. There is an angelic team. There are angelic ministers. ഒരു പ്രധാന ദൂതൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ആ ദൂതന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അനേക ദൂതന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. And therefore today will be an unusual day of God's deliverances. Hallelujah. നിങ്ങൾ വിശ്വസിച്ചതൊന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ hallelujah, നമ്മെ ശുശ്രൂഷിക്കുവാൻ, നമ്മെ സേവിക്കുവാൻ ഭൂമിയിലുള്ള അഭിഷിക്തർ മാത്രമല്ല, സ്വർഗീയ അഭിഷിക്തരും കൂടെ നമ്മുടെ ഈ മുറിയിലേക്ക് കയറി വന്നിരിക്കുക. The angel of the Lord is in our midst. Hallelujah. Praise God. സ്തോത്രം. അനുഗ്രഹങ്ങളും ശാപങ്ങളും ആത്മീയ യാഥാർത്ഥ്യങ്ങളാണ്. They are spiritual realities. The law of gravity എന്ന് പറഞ്ഞ ഒരു ഫിസിക്കൽ ലോ, ഒരു ഭൗതികമായ ഒരു തത്വം ഭൂമിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നു. നാം എന്തിട്ടാലും ഗുരുത്വാകർഷണ ശക്തി ഉണ്ട്. അത് മേലോട്ടല്ല, അത് താഴോട്ട് വീഴുവാൻ കാരണം there is a law at work. ഭൂമിയിലുള്ള ഒരു നിയമം പ്രവർത്തിക്കുന്നു. There is a law of gravity at work എന്ന് പറയുന്നത് പോലെ തന്നെ ദൈവത്തിന് ആത്മീയ പ്രമാണങ്ങളുണ്ട്. Spiritual laws. There are spiritual principles. There are spiritual forces at work. പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല. ഒരു ട്രാഫിക് പോലീസിൽ നിന്ന് സകലത്തെ നിയന്ത്രിക്കുന്നത് പോലെ, ട്രാഫിക് നിയന്ത്രിക്കുന്നത് പോലെ, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നടക്കുന്ന സകല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് പോലെ, there are heavenly spiritual laws. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ, ശാപത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രമാണങ്ങൾ, ഈ ആത്മീയ തത്വങ്ങളെ നാം പഠിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ തുറന്നു വരികയാണ്. If you will break those laws, hallelujah, there are consequences. നിങ്ങൾ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, ദുബായില്, അമേരിക്കയില്, ഇല്ലേ, ഇവിടെ ക്രോസ് ചെയ്ത മിക്കവരും അറിയത്തില്ല. പക്ഷേ ഇൻ ദ വെസ്റ്റിൽ ജീവിച്ചവർക്ക്, അവിടെ പോയവർക്ക് അറിയാം, റെഡ് ലൈറ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ immediately penalized. അവിടെ പിന്നെ mercy, there is no mercy എന്ന് പറയുന്ന പോലെ there are spiritual laws at work. Blessings and curses are spiritual realities. ഇത് ആത്മീയ തത്വങ്ങളാണ്. Hallelujah. And we better be aware of the laws of God, the principles of God. നമുക്കുള്ള സത്വർത്തമാനം എന്ന് പറഞ്ഞാൽ യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ശാപമായി തീർന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ശാപങ്ങളിൽ നിന്ന് നമുക്ക് എന്തുണ്ട്? മോചനമുണ്ട്, വിമുക്തിയുണ്ട്. We don't have to live under the burden of curses because someone paid curses at work. നമ്മുടെ ശാപത്തിനു വേണ്ടി യേശു കാൽവറി ക്രൂശിൽ മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് അത് ദൈവം ആക്കി വെച്ചിരുന്നുകൊണ്ട് യേശു നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് മാത്രമല്ല, ശാപമായി തീർന്നു. നാം ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ, എബ്രഹാമിന്റെ ജീവിതത്തിന്മേൽ ദൈവം പകർന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം അനുഭവിക്കുവാൻ ആ വലിയ വില ദൈവം കൊടുത്തു. ആമേൻ. അതുകൊണ്ട് ഈ ശാപങ്ങളിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ശാപത്തിന്റെ താഴ്വരകളിൽ നിന്ന് ദൈവിക അനുഗ്രഹത്തിന്റെ ബരാക്കയുടെ കുന്നുകളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ നാം ഈ പ്രമാണങ്ങളെ അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, ഭയഭക്തിയോടെ ദൈവത്തിന്റെ വഴികളെ മനസ്സിലാക്കി ആ പ്രമാണങ്ങളിലേക്ക്, ആ സത്യങ്ങളിലേക്ക്, ആ വെളിപ്പാടുകളിലേക്ക് നമുക്ക് ഒന്ന് നടന്ന് ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് പ്രസാദിപ്പിക്കുവാൻ ഇടയായി. Hallelujah. So we can live a curse-free life. നീ ശാപത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഈ ക്ലാസ്സുകളിലൂടെ, ഇവിടെയുള്ള ഈ മിനിസ്ട്രിയിലൂടെ എന്താണ് ശാപം എന്ന് വളരെ വ്യക്തമായി, ഇപ്പൊ എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളിൽ, അത് ആത്മാ, ദേഹി, ദേഹം, നിങ്ങളുടെ ഭൗതികം, സാമ്പത്തികമായ മണ്ഡലത്തിൽ, ഉപപരമായ ബന്ധത്തിൽ, നിങ്ങളുടെ മക്കളോടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ശാപം വാഴുന്നത് കണ്ടാൽ അതിനെ തകർക്കുവാൻ, അതിനെ ബ്രേക്ക് ചെയ്യുവാൻ നിങ്ങൾക്ക് ഒരു ദൈവിക അധികാരം ദൈവം നൽകുകയാണ്. ഹല്ലേലൂയ. അതിന് ദൈവത്തിന്റെ വഴികളുണ്ട്. ആ ദൈവത്തിന്റെ വഴികൾ അത് യാദർശികമായി നമ്മുടെ തലയിൽ വന്ന് വീഴുകയില്ല. അത് വിശ്വാസത്താൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം അത് സ്വീകരിക്കുമ്പോഴാണ് ആ ദൈവ പ്രവൃത്തി, ആ ശാപം മുറിയുന്നത്, നാം ശാപ വിമുക്തരാകുന്നത്, നാം അനുഗ്രഹങ്ങളിലേക്ക് നടന്ന് നമുക്ക് കയറുവാൻ കഴിയുന്നത്. And you become a curse breaker. Hallelujah. Amen. ഇതൊരു പഠനമായി പാസ്റ്റർ എടുക്കുവാൻ കാരണം, I don't want to just minister blessings and curses. നിങ്ങൾ ശാപം മുറിച്ചു വിടുക എന്ന് മാത്രമല്ല, but I want to raise a generation who are curse breakers. പാസ്റ്റർ അത് ചെയ്തു, അതിൽ മാത്രം സന്തോഷിക്കുന്ന ഒരു ദൈവദാസനല്ല. My job is to train you that you will cut your curses and you will cut others' curses. You will be known as curse breakers, demon casters. ദുരാത്മാക്കളെ പുറത്താക്കുന്ന. Hallelujah. ഈ ശുശ്രൂഷകൾ നിങ്ങളെ അങ്ങനെ സജ്ജരാക്കി തീർക്കും. You will be equipped so that you will know how to identify a curse. എങ്ങനെ ഒരു ശാപത്തെ തിരിച്ചറിയണം, എന്താണ് ശാപം, എങ്ങനെയാണ് ശാപം പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ശാപം വരുന്നത്, എങ്ങനെ ശാപത്തിൽ നമുക്ക് വിമുക്തരാകുവാൻ കഴിയുന്നു, അതിന്റെ വഴികൾ അത് കൃത്യമായി വീണ്ടും വീണ്ടും ആവർത്തിക്കുവാൻ. കാരണം നിങ്ങൾ ആ ഡെലിവറൻസ് പ്രാപിച്ചു എന്ന് മാത്രമല്ല, നിങ്ങളെ കർത്താവ് ആ ശുശ്രൂഷകൾക്ക് വേണ്ടിയൊക്കെ സജ്ജരാക്കി നിങ്ങളെ കർത്താവ് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു നല്ല ആമേൻ പറയാം. Praise God. Hallelujah. യിരെമ്യാവിന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 5-6 വാക്യങ്ങളിൽ യിരെമ്യാ പ്രവാചകനിലൂടെ ശാപം എന്താണ് എന്ന് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഒന്ന് വർണ്ണിച്ച് കാണിക്കുക. ഇപ്പോൾ നീ കാണിക്കുന്ന ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ അത് മാറ്റിക്കളയരുത്. റൈറ്റ്? യെസ്, നമുക്ക് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിയുന്നു. ഇവിടെ ശാപത്തിന്റെ ഒരു പ്രധാന കാരണമാണ് പറയുന്നത്. പക്ഷെ ശാപം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇരിക്കും എന്ന് ചിത്രീകരമായി, പിക്ചോറിയലായി
നമുക്കൊന്ന് മനസ്സിലാകുവാൻ വളരെ കൃത്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവാചകങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യെസ്, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അപ്പോൾ ശാപത്തിന്റെ പല കാരണങ്ങളിൽ നിന്ന് ശാപത്തിന്റെ ഒരു പ്രധാന കാരണം നാം നമ്മുടെ ശക്തിയിൽ, നമ്മുടെ കഴിവിൽ, മനുഷ്യനിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വയത്തിൽ, സ്വയശക്തിയിൽ, സ്വയബുദ്ധിയിൽ നാം ആശ്രയിക്കുവാണെങ്കിൽ, അതുകൊണ്ട് നാം കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് ദൈവത്തിന്റെ പ്രമാണമാണ്. അല്ല, എനിക്ക് വിശ്വാസം വേണ്ട, ഒന്നും വേണ്ട, ഞാൻ എന്റെ ശക്തിയിൽ കാര്യങ്ങളെ ചെയ്തെടുക്കും, ഞാൻ മനുഷ്യരെ കൂട്ടി ഞാൻ എന്റെ സ്വപ്നത്തെ നേടിയെടുക്കും. ദൈവത്തെ കൂടാതെ മനുഷ്യർ ബാബേൽ ഗോപുരത്തെ പണിയുവാൻ, മനുഷ്യർക്ക് പലതും ചെയ്യുവാൻ കഴിയും. പക്ഷേ God says, cursed is the man who trusts his arm. Cursed be the man that trusteth in man and maketh flesh his arm. മനുഷ്യകേന്ദ്രിതമായ ജീവിതം, സ്വയകേന്ദ്രിതമായ, സ്വയശക്തിയിൽ, കഴിവിൽ, ഡിറ്റർമിനേഷനിൽ ദൈവത്തിൽ നിന്ന് മാറി പിശാച് ചെയ്തതുപോലെ ദൈവത്തിൽ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവിനെ ആശ്രയിക്കുന്നതിന് പകരം താൻ സ്വന്തം ശക്തിയിലും യുക്തിയിലും ബുദ്ധിയിലും ദൈവത്തിന്റെ വഴികളിൽ നിന്ന് മാറിപ്പോയ പിശാച് കാണിച്ചതുപോലെ ഉള്ള ഒരു സ്വഭാവ രീതി. Thus saith the Lord, cursed be the man that trusteth in man and maketh flesh his arm, and whose heart departeth from the Lord. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, Yes, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ. അവൻ മരുഭൂമിയിലെ ചൂരച്ചെടി പോലെയായിരിക്കും. നന്മ വരുമ്പോൾ അതിനെ കാണാതെ മരുഭൂമിയിലെ വരണ്ട പ്രദേശങ്ങളിലും നിവാസികളില്ലാത്ത ഉവർ നിലത്തിലും പാർക്കും. It's a vivid description of someone who is under curse. For he shall be like the bush in the desert, and shall not see when good cometh, but he shall inhabit the parched places in the wilderness, and in a salt land not inhabited. മരുഭൂമിയിലുള്ള ഒരു ചൂരച്ചെടി പോലെ നന്മ വന്നാലും അത് കാണുവാനോ അനുഭവിക്കുവാനോ കഴിയാത്ത നന്മകളുടെ മധ്യത്തിലായിരിക്കാം. പക്ഷെ അതിന്റെ മധ്യത്തിലും ഒരു ചൂരച്ചെടി പോലെ ഉണങ്ങിയിരിക്കുന്ന, ശൂന്യമായിരിക്കുന്ന, ശപിക്കപ്പെട്ട ഒരു അവസ്ഥ. That's the typical description of a curse. ഒരു ശാപം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ വചനങ്ങൾ വരുമ്പോൾ നാം ദൈവത്തിന്റെ കണ്ണാടിയാകുന്ന തിരുവചനത്തിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. കർത്താവേ, എന്റെ ജീവിതം അങ്ങനെയാണോ? ക്രിസ്തു യേശുവിൽ അനുഗ്രഹിക്കപ്പെടുവാൻ ആ വിളി ലഭിച്ച, ആ ഭാഗ്യം ലഭിച്ച, അനുഗ്രഹം ലഭിച്ച എന്റെ ജീവിതം ഒരു ചൂരച്ചെടി പോലെയാണോ? അതോ ഈ തുടർന്ന് നമുക്ക് വായിക്കാം 8-9. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നതും ആറ്റരികെ വേരൂന്നിയതുമായ വൃക്ഷം പോലെയാകും. For he shall be as a tree planted by the waters, that spreadeth out its roots by the river, and shall not see when heat cometh, but the leaves shall be green, and shall not be careful in the year of drought, neither shall cease from yielding fruit. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കയില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കഴിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പാരലൽ കമ്പാരിസൺ ആണ്. എന്താണ് ശാപം, എന്താണ് അനുഗ്രഹം? ശാപത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ചൂരച്ചെടി പോലെ മരുഭൂമിയുടെ അവസ്ഥയിൽ ഉണങ്ങിയിരിക്കുന്ന, ശോഷിച്ചിരിക്കുന്ന, തനിച്ചായി പോകുന്ന, ഐസൊലേറ്റഡ് ആയി പോകുന്ന അനുഗ്രഹത്തിന്റെ മധ്യത്തിലാണ്. പക്ഷെ അനുഗ്രഹത്തെ കാണുവാനോ അനുഭവിക്കുവാനോ കഴിയാത്തൊരവസ്ഥ. പക്ഷെ അനുഗ്രഹം എന്താ? ആറ്റരികത്ത് നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കായ്ക്കുന്ന, സദാ പച്ചയായിരിക്കുന്ന. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയമാകുന്ന ആത്മാവിലേക്ക്, മനസ്സിലേക്ക്, ആ കണ്ണാടിയിലേക്ക് ഈ പിക്ചർ ആഴമായി ഒന്ന് പതിയട്ടെ. ഹല്ലേലൂയ. ഇന്ന് പലരുടെയും ജീവിതം നോക്കി, പല വിശ്വാസികളുടെ ജീവിതത്തിലും കുറെ ഭാഗങ്ങൾ പച്ചയാണ്, കുറെ ഭാഗങ്ങൾ ഉണങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലമായിരിക്കുന്നതും പച്ചയായിരിക്കുന്നതും ഉഷ്ണം തട്ടിയാലും അതിനെ ലേശവും ബാധിക്കാതെ, ഉണക്കകാലത്ത് ഫാമിനിൽ ഡ്രൗട്ട് വരുമ്പോൾ പോലും, ക്ഷാമം വരുമ്പോൾ പോലും അതിനെ ലവലേശം ബാധിക്കാതെ അതിനെ അതിജീവിക്കുന്ന ഒരു അനുഗ്രഹത്തിന്റെ പിക്ചർ. ഇത് പകൽക്കാലം നമ്മുടെ ഡെസ്റ്റിനി കർത്താവായ യേശുവിൽ, ക്രിസ്തുവിൽ, that's my destiny. പച്ചയായിരിക്കുന്ന, that's my destiny. എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഇതുപോലുള്ള വരണ്ടിരിക്കുന്ന അവസ്ഥകൾ ഉണ്ടെങ്കിൽ, that's a curse. That curse must be broken. അവിടെ എല്ലാം നാം പച്ചയായി തീരണം. Hallelujah. This is a vivid image. ഇന്ന് പല വിശ്വാസികളുടെയും ജീവിതത്തിന്റെ അവസ്ഥയാ. കുറെ ഭാഗം പച്ചയായിരിക്കും, ചിലപ്പോൾ 20% പച്ചയായിരിക്കും, 80% ഇന്ന് വരണ്ടിരിക്കുക, ഉണങ്ങിയിരിക്കുക. ചിലരുടെ 60% ബ്ലെസ്സിംഗ് ആൻഡ് കർസ്. ജെറമയാ chapter 17, 7 and 8 പച്ചയായി കാണുന്നത്, that's a blessing. Hallelujah. Hallelujah. ആത്മാവ്, ദേഹം എല്ലാ നിലവാരത്തിലും നാം പച്ചയായിരിക്കുന്ന ഒരു അനുഭവം. നോക്കിയേ, ദൈവത്തിന്റെ സ്വപ്നം ഒന്ന് നോക്കിയേ, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹൃദയം ഒന്ന് നോക്കിയേ. Hallelujah.
നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, നമ്മുടെ ബിസിനസ്സിൽ, ആത്മീയ ക്ഷേത്രത്തിൽ, ശുശ്രൂഷയിൽ, എല്ലാ നിലവാരത്തിലും പച്ചയായിരിക്കും. ഇന്ന് അനേകരുടെ ആത്മജീവിതം ഉണങ്ങിയിരിക്കുക, വൈകാരികപരമായ ജീവിതം ഉണങ്ങിയിരിക്കുക, ശരീരം ഉണങ്ങിയിരിക്കുക, മക്കളോടുള്ള ബന്ധത്തിൽ ഉണങ്ങിയിരിക്കുക, സാമ്പത്തിക മേഖലകളിൽ ഉണങ്ങിയിരിക്കുക, ശുശ്രൂഷപരമായി ഉണങ്ങിയിരിക്കുക, വ്യത്യസ്തമായ നിലവാരങ്ങൾ. God wants to break that curse. ആ ശാപം മുറിഞ്ഞ് ഹല്ലേലൂയ നിങ്ങൾ സദാകാലവും എല്ലായ്പ്പോഴും പച്ചയായിരിക്കുന്നു. മരുഭൂമിയിൽ ഉണങ്ങിയിരിക്കുന്ന, പാർച്ച്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ചൂരച്ചെടി പോലെയല്ല. അനുഗ്രഹങ്ങളും ശാപങ്ങളും ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി, ഒത്തിരി ആഴമായി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൽ നിന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. വീണ്ടും അനുഗ്രഹത്തിന്റെ പട്ടിക നമുക്കൊന്ന് ചിന്തിക്കാം. 7 കാര്യങ്ങൾ. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദൈവിക അനുഗ്രഹം കണ്ടാൽ എങ്ങനെയിരിക്കും? നമ്മൾ പച്ചയായ ഈ വൃക്ഷത്തെ കണ്ടതുപോലെ തന്നെ ദൈവവചനത്തിൽ ഹല്ലേലൂയ, ബ്ലെസ്സിങ്സ് മീൻസ് എക്സോൾട്ടേഷൻ. ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിച്ചു, അല്ലെങ്കിൽ ഒരു വ്യക്തി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ലക്ഷണങ്ങൾ, ദിസ് ഇസ് ഹൗ യു മേക്ക് എ ഡയഗ്നോസിസ്. നിങ്ങളുടെ പാസ്റ്റർ ഒരു ഡോക്ടർ ആണല്ലോ. അപ്പോൾ ഒരു അസുഖം കണ്ടുപിടിക്കണമെങ്കിൽ ആ അസുഖത്തിന് പല സിംറ്റം ഉണ്ട്, പല സൈൻസ് ഉണ്ട്, അടയാളങ്ങളുണ്ട്. അത് നോക്കി, അത് മനസ്സിലാക്കി, അങ്ങനെയാണ് ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എക്സോൾട്ടേഷൻ, ഉയർച്ച കാണുമ്പോൾ, നിലനിൽക്കുന്ന ഉയർച്ച കാണുമ്പോൾ, അഭിവൃദ്ധി കാണുമ്പോൾ, ജയം കാണുമ്പോൾ, ദൈവത്തിന്റെ ഫേവർ കാണുമ്പോൾ, ദൈവത്തിന്റെ ഫലപ്രദമായ ഒരു ജീവിതത്തിന്റെ അവസ്ഥ കാണുമ്പോൾ, ആരോഗ്യം കാണുമ്പോൾ, സ്തോത്രം, അത് ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല, അത് വൈകാരികപരമായ ആരോഗ്യം, ആത്മീയമായ എല്ലാ നിലവാരത്തിലും you have health and success. Hallelujah. These are the signs of blessings. Amen. ശാപത്തിന്റെ അവസ്ഥകൾ എന്താണ്? ഹ്യൂമിലിയേഷൻ എന്ന് പറയുമ്പോൾ എപ്പോഴും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ്, താഴ്ചയാണ്, നിന്ദയാണ്, വിഷയങ്ങളാണ്. ഒന്ന് സന്തോഷിക്കുവാൻ കഴിയില്ല. എല്ലാം ഉണ്ട്, പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്ന് ഹൃദയം തുറന്ന് ഒന്ന് സന്തോഷിക്കുവാൻ കഴിയാത്ത അവസ്ഥ. യു ആർ ഹ്യൂമിലിയേറ്റഡ്. എപ്പോഴും വിട്ടുമാറാത്ത ഫിസിക്കൽ ഇൽനെസ്, ശാരീരിക രോഗങ്ങൾ, വിട്ടുമാറാത്ത മാനസിക രോഗങ്ങൾ. അതൊരു വ്യക്തിക്കല്ല, ആ കുടുംബത്തിൽ ഹല്ലേലൂയ വിട്ടുമാറാത്ത ദാരിദ്ര്യം, വിട്ടുമാറാത്ത ഒപ്രഷൻ, മാനസികമായി സ്തോത്രം, ബാരൻനെസ്, വന്ധ്യത, കുടുംബത്തിൽ ഫാമിലി ആൻഡ് മാരിറ്റൽ ബ്രേക്ക് ഡൗൺ, കുടുംബത്തിൽ വിവാഹബന്ധത്തിൽ എല്ലാം ബ്രേക്ക് ഡൗൺ, പരാജയം, ഡിഫീറ്റ് ആൻഡ് ഫെയിലിയർ. അപ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു കാര്യം ഉള്ളപ്പോൾ ഇവർ ശപിക്കപ്പെട്ടവരാണ്, നോ. ഇത് ദൈവത്തിന്റെ ഡെഫിനിഷനാണ്, പാസ്റ്റർ അജിത്തിന്റെ ഡെഫിനിഷൻ അല്ല, ഒരു ദൈവദാസന്റെയോ ദൈവമനുഷ്യന്റെയോ ഡെഫിനിഷൻ അല്ല. ഇത് ദൈവം സ്തോത്രം തന്റെ ജനത്തിനു വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കാതെ നിങ്ങൾ ശാപത്തിന് കീഴിലായാൽ, മക്കളെ, ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്റെ ശബ്ദം കേട്ട് എന്റെ വഴികളിൽ എന്നിൽ ആശ്രയിച്ച് നിങ്ങൾ ജീവിച്ചാൽ ബ്ലെസ്സിങ്സ്. ഇന്ന് ഏതെങ്കിലും മേഖലകളിൽ ശാപമാണ് വാഴുന്നതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ആ ലൈഫിലേക്ക് കർത്താവായ യേശുവിലൂടെ നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. ആമേൻ. ശാപങ്ങളിൽ എന്താ സംഭവിക്കുന്നത്? എന്താണ് ഒരു ശാപം? നമ്മുടെ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് നമ്മളിലേക്ക് നീണ്ടുവരുന്ന ഒരു കറുത്ത കൈ. ഇറ്റ്സ് എ ഡാർക്ക് ഹാൻഡ് കമ്മിങ് ഫ്രം അവർ പാസ്റ്റ് ആൻഡ് ബ്ലോക്കിംഗ് us. നമ്മളെല്ലാം നന്നായി ചെയ്യുന്നത്, നമ്മളെല്ലാം പെർഫെക്റ്റ് ആണ്. നമ്മൾ ആരാധനയ്ക്ക് പോകുന്നു, നാം പ്രാർത്ഥിക്കുന്നു, ദശാംശം കൊടുക്കുന്നു, നമ്മൾ ഉപവസിക്കുന്നു, അന്യഭാഷകൾ സംസാരിക്കുന്നു, പക്ഷെ എന്തോ തടസ്സപ്പെടുക. ഇറ്റ്സ് എ കർസ് ഇൻ ഓപ്പറേഷൻ. നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. ഇറ്റ്സ് എൻ ഇൻവിസിബിൾ ബാരിയർ. നമ്മെ തടസ്സപ്പെടുത്തുന്ന, തടയുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. ഇറ്റ്സ് എൻ ഇൻവിസിബിൾ ബാരിയർ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ കഴിയാതെ വീണ്ടും നാം തടയപ്പെടുകയാണ്. ഇറ്റ്സ് എ ഡാർക്ക് ഷാഡോ. നമുക്കൊന്ന് ചിരിക്കുവാൻ കഴിയില്ല, എല്ലാം ഉണ്ട്, പക്ഷെ ഒന്ന് ഹൃദയം തുറന്ന് സന്തോഷിക്കുവാൻ നമ്മൾ അധ്വാനിക്കുന്നുണ്ട്, നമ്മൾ പ്രയത്നിക്കുന്നുണ്ട്, അതിന്റെ റിസൾട്ടും കാണുന്നുണ്ട്, പക്ഷെ നമുക്കൊന്ന് ആസ്വദിക്കുവാൻ കഴിയാത്തൊരു ഇറ്റ്സ് എ കർസ്. നമ്മുടെ ഡെസ്റ്റിനി ശാപമല്ല, നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഡെസ്റ്റിനി അനുഗ്രഹമായി. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ്. അവിടെ സംതൃപ്തിയും സന്തോഷവും ആനന്ദവും സ്വർഗതുല്യമായ ഒരു അനുഭവമാണ്. ഹല്ലേലൂയ. മനുഷ്യനെ ദൈവം ദൈവം ഏദൻ തോട്ടത്തിലാക്കിയപ്പോൾ just imagine the life in the garden. Hallelujah. How beautiful, how wonderful, how magnificent. That's the picture of God's blessings. ആ നിലവാരത്തിലേക്ക് ദൈവം നമ്മെ നടത്തി നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ശാപങ്ങൾക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. ശാപം നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മെ തടയുക, നമ്മുടെ അനുഗ്രഹത്തിൽ നിന്ന്, നമ്മുടെ ആരോഗ്യത്തിൽ നിന്ന്, നമ്മുടെ രോഗസൗഖ്യത്തിൽ നിന്ന്, നമ്മുടെ വിടുതലുകളിൽ നിന്ന്, നമ്മുടെ മുന്നേറ്റത്തിൽ നിന്ന് നമ്മളെ തടയുക മാത്രമല്ല, നാം ചെയ്യുന്ന പാപങ്ങളും ഈ ശാപങ്ങളും എന്ത് ചെയ്യും? ദുരാത്മാക്കൾക്ക് വഴി ഒരുക്കും. ശാപങ്ങൾ ദുരാത്മാക്കൾക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ, വസിക്കുവാൻ, നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ പുറത്തു നിന്നും നമ്മെ നശിപ്പിക്കുവാൻ, നമ്മെ പീഡിപ്പിക്കുവാൻ, നമ്മെ ആക്രമിക്കുവാൻ, ദൈവത്തിന്റെ പദ്ധതികളിൽ നിന്ന് നമ്മെ തടയുവാൻ ഒരു പൈശാചിക മണ്ഡലമുണ്ട്, ഒരു ദുരാത്മ മണ്ഡലമുണ്ട്. പിശാചും തന്റെ ദൂതന്മാരും തന്റെ ദുരാത്മാക്കളും എന്താ ചെയ്യുന്നത്? അവർ കൊല്ലുക, മുടിക്കുക, നശിപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 43-44 വാക്യം നമുക്കൊന്ന് വായിക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപുറപ്പെട്ടു. അശുദ്ധാത്മാവ്, പല കാരണങ്ങൾ ദുരാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുവാൻ. എന്താണ് ദുരാത്മാക്കൾ? എന്താണ് അശുദ്ധാത്മാക്കൾ? എന്താണ് ഡീമൺസ്? അവർ ശരീരമില്ലാത്ത വ്യക്തിത്വമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ വ്യക്തിത്വങ്ങളാണ് ദുരാത്മാക്കൾ. പക്ഷേ അവർക്ക് ഭൂമിയിൽ പ്രവർത്തിക്കുവാൻ അവർക്ക് ശരീരങ്ങളില്ല. ഡീമൺസ് ആർ റിയൽ പേഴ്സണാലിറ്റീസ്.
വ്യക്തിത്വങ്ങളാണ്, വ്യക്തികളാണ് ദുരാത്മാക്കൾ. നമ്മൾ അവരെ കാണുവാൻ കഴിയത്തില്ല കണ്ണുകൊണ്ട്, പക്ഷെ അവർ വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ എന്താണ് ദുരാത്മാക്കൾ ചെയ്യുന്നത്? ദുരാത്മാക്കൾ ഒരു ശരീരത്തിനു വേണ്ടി അന്വേഷിച്ച് നടക്കുക. എങ്ങനെ ദൈവത്തിന്റെ പദ്ധതികളെ ഭൂമിയിൽ നടത്തുവാൻ ദൈവം മനുഷ്യനെ അന്വേഷിക്കുന്നുവോ, ആഗ്രഹിക്കുന്നുവോ, തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലാക്കി ദൈവരാജ്യത്തെ ഭൂമിയിൽ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവോ, അങ്ങനെ തന്നെ പിശാച് എന്ത് ചെയ്യുന്നു? പിശാചിന്റെ പദ്ധതികളെ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കുവാൻ ദുരാത്മാക്കൾ, ശരീരമില്ലാത്ത ആത്മാക്കൾ, വ്യക്തിത്വങ്ങൾ, അൺക്ലീൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ അശുദ്ധി കൊണ്ടുവരുന്ന വയലന്റ് സ്പിരിറ്റ്സ്, വയലൻസ് ഉണ്ടാക്കുന്ന ലൈയിങ് സ്പിരിറ്റ്സ്, കള്ളം പറയുന്ന ദുരാത്മാക്കൾ, വ്യത്യസ്തമായ സ്വഭാവമുള്ള ദുരാത്മാക്കൾ, അവർ മനുഷ്യ ശരീരങ്ങളിൽ കുടിയേറി പാർത്ത് ഒരു സ്ഥലങ്ങളിൽ മാത്രമല്ല, മനുഷ്യരിൽ മന്ത്രവാദം, ആവിചാരം, ഇതുപോലുള്ള പൈശാചിക മണ്ഡലത്തിന് തുറന്നു കൊടുക്കുന്ന ജീവിതങ്ങളെ പിശാചിന്റെയും ഭയങ്കര വലിയ നിലവാരത്തിൽ പൈശാചിക മണ്ഡലത്തിലെ സീനിയർ ഓഫീസേഴ്സ് അവിടെ മേൽ കുടിയേറി പാർക്കും. അങ്ങനെയാണ് അവർ ആവിചാരം, മന്ത്രവാദം, ശൂത്രം ചെയ്ത് മനുഷ്യരെ നശിപ്പിക്കുന്നത്, അവർ കാര്യങ്ങൾ ചെയ്ത് സാധിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ദുരാത്മാക്കൾ ആരാണെന്നും അവരുടെ പ്രവൃത്തികൾ എന്താണെന്നും എങ്ങനെയാണ് മനുഷ്യ ജീവിതങ്ങളിലേക്ക് അവർ പ്രവേശിക്കുന്നതെന്നെല്ലാം ശാപങ്ങൾ അതിനൊരു വഴിയാണ്. ശാപങ്ങൾ ഒരു ലീഗൽ വഴിയാണ് അവർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക്, അല്ലെ, തലമുറകളിൽ നിന്ന് അപ്പൻ മദ്യപാനി, അപ്പൻ വ്യഭിചാരി, അപ്പൻ കള്ളം പറയുന്ന ഒരു വ്യക്തി, അമ്മ എപ്പോൾ വായെടുത്താൽ ശപിക്കുന്ന ഒരു വ്യക്തി, കള്ളം പറയുന്ന, മറ്റുള്ളവരെ കുറിച്ച് മോശം സംസാരിക്കുന്ന, നമ്മൾ ഒത്തിരി ഒന്നും ചെയ്യേണ്ട. നമ്മുടെ അപ്പന്റെയും അമ്മയുടെയും ലൈനിൽ നിന്ന് ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്ക് നിക്ഷേപമായി ഒന്നെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുടിയേറി പാർക്കാനായിട്ട് അവർ സാധ്യതകൾ റെഡിയാക്കി, അല്ലെങ്കിൽ അവർ പുറത്തു നിന്ന് നമ്മെ ആക്രമിക്കുന്ന ആ ഒരു ദുരാത്മമണ്ഡലം. പക്ഷെ കഴിഞ്ഞ ശുശ്രൂഷയിൽ എന്താ സംഭവിച്ചത്? ആ ശാപങ്ങൾ മുറിഞ്ഞപ്പോൾ, നിങ്ങളുടെ മേൽ വാഴുന്ന ശാപത്തിന്റെ ആ ലീഗൽ റൈറ്റ് കട്ട് ചെയ്തപ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ കുടിയേറി പാർക്കുന്ന ഇല്ല 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 വിട്ടരുത്തില്ല എന്ന് പറയുന്ന ദുരാത്മാക്കൾക്ക് നിങ്ങളുടെ ശരീരം വിട്ടുപോകുവാൻ കാരണം ആ ശാപം മുറിഞ്ഞു. അവിടെ യേശുവിന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി വാദിച്ചു. അവിടെ ആ ദുരാത്മാവിന് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ നിന്ന് നിങ്ങളുടെ എതിരെ പ്രവർത്തിച്ച ആ ശൂദ്ര മന്ത്രവാദം, ആ കെട്ടുകൾ അഴിഞ്ഞു. അനേകർ ചുമച്ച്, അനേകർ ഛർദ്ദിച്ച്, വ്യത്യസ്ത നിലവാരങ്ങളിൽ നിന്ന് ദുരാത്മാക്കൾ ജീവിതങ്ങളെ വിട്ടുപോകുവാൻ ഇടയായിത്തീർന്നു. യേശു എന്തിനാ വന്നത്? ബദ്ധന്മാർക്ക് വിടുതൽ നൽകുവാൻ. പിശാച് ബന്ധിച്ച് ഇതുപോലെ ബന്ധനത്തിലാക്കിയിരിക്കുന്ന നമ്മെ പൂർണ്ണമായി, എന്റെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും ദുരാത്മാവെ, ദുഷ്ടാത്മാവെ, പിശാച്, നിനക്ക് അവകാശമില്ല. ഐ ആം ടോട്ടലി ഫ്രീ, മൈ സ്പിരിറ്റ്, സോൾ, ബോഡി, എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. മത്തായിയുടെ സുവിശേഷം 12-43 വാക്യത്തിൽ യേശു ദുരാത്മാക്കളുടെ പ്രവൃത്തികളെ കുറിച്ച് വർണ്ണിക്കുന്ന ഭാഗമാണ്. നമുക്കൊന്ന് ശ്രദ്ധിച്ചു കേൾക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം യെസ്, നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആരോ ഒരു ദുരാത്മാവിനെ പുറത്താക്കി. അപ്പോൾ എന്താ? ദുരാത്മാവ് ഒരു വ്യക്തി, അല്ലെ, ഒരു വ്യക്തി എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ. സോ അൺക്ലീൻ സ്പിരിറ്റ്സ്, ദുരാത്മാക്കൾ വ്യക്തിത്വങ്ങളാണ്. ദേ ആർ റിയൽ പേഴ്സൺസ്. അവർ തണുപ്പ് അന്വേഷിച്ചു പോകുകയാണ്. കണ്ടെത്തുന്നില്ലതാനും ഞാൻ പുറപ്പെട്ടു പോന്ന എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും. നോക്കിയേ, ദുരാത്മാക്കൾ എന്താ പറയുന്നത്? ഒത്തിരി വർഷങ്ങളായി നിങ്ങളിൽ അത് രോഗാത്മാവായി, വ്യത്യസ്ത ദുരാത്മാക്കളായി നമ്മുടെ ഉള്ളിൽ കുടിയേറി പാർക്കുന്ന ദുരാത്മാവ് എന്താ പറയുന്നത്? ഇത് എന്റെ വീടാ. പാസ്റ്റർ വന്നു, ഒരു ഡെലിവറൻസ് മിനിസ്ട്രി നടത്തി. ആ ദുരാത്മാവ് എന്ത് ചെയ്തു? പുറത്താക്കി. ഒരു ഡെലിവറൻസ് മിനിസ്ട്രി എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോൾ ആ ദുരാത്മാവിന് അവിടെ നിൽക്കുവാൻ കഴിയത്തില്ല, അത് പുറത്തു പോകും. പക്ഷെ ദുരാത്മാവ് പറയുന്നത് എന്താ? വർഷങ്ങള്, തലമുറകളായി ഞാൻ ഈ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്, ഇതെന്റെ അവകാശമാണ്, ഇതെന്റെ സമ്പത്തായത്. എന്ത് ചെയ്യും? സ്തോത്രം. അത് വീണ്ടും ആ ദുരാത്മാവ് തന്റെ ഭവനത്തിലേക്ക്, യെസ്, എന്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. നോക്കിയപ്പോ ദുരാത്മാക്കൾക്ക് സംസാരിക്കാം, ചിന്തിക്കാം. അവർ വ്യക്തിത്വങ്ങളാണ്. ഒരു മനുഷ്യൻ ചിന്തിക്കുകയും സംസാരിക്കുകയും ആശയവിനിമയം ചെയ്യുന്ന പോലെ അവൻ അവനോട് തന്നെ ചിന്തിക്കുക. ദുരാത്മാവിനോട് ചിന്തിച്ച് സംസാരിക്കുക. യെസ്, ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി. അപ്പോൾ തിരിച്ചു വരും. പുറത്താക്കിയ ദുരാത്മാക്കൾ എന്ത് ചെയ്യും? അത് വീണ്ടും നമ്മെ ആവസിക്കുവാനായി ദുരാത്മാവ് വീണ്ടും അന്വേഷിച്ച് നമ്മുടെ അടുക്കലേക്ക് വരും. യെസ്, അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചായി. ഒരു ഡെലിവറൻസ് മീറ്റിംഗിൽ വരുമ്പോൾ, ഇതുപോലെ ശുശ്രൂഷയിൽ വരുമ്പോൾ, ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ അഭിഷേകവും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ സ്തോത്രം ഒരു ശുദ്ധീകരണം നടക്കുക. നിങ്ങൾ മാനസാന്തരപ്പെടുന്നു, യേശുവിന് രക്തം പറയുന്നു, അഭിഷേകം പകരപ്പെടുന്നു, ഡെലിവറൻസ് നടക്കുന്നു. നിങ്ങൾ ഒരു ശുദ്ധീകരണത്തിലൂടെ പോകുക. അടിച്ചുവാഴി വൃത്തിയായി അലങ്കരിച്ചിട്ടേക്കുക. യെസ്, പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പത്തേതിലും വല്ലാതെയാകും. ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു ദുരാത്മാവിനെ പുറത്താക്കുമ്പോൾ ഈ പൈശാചിക മണ്ഡലം അടങ്ങിയിരിക്കും? ഇല്ല. അവർ 7 ദുരാത്മാക്കളെ, പോയ ദുരാത്മാക്കളെ കാട്ടി ദുഷ്ടത, വീര്യം കൂടി ദുരാത്മാക്കളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അവരെ പുറത്താക്കിയ ആ ഭവനത്തിലേക്ക് വന്ന് വീണ്ടും അത് ടേക്ക് ഓവർ ചെയ്യാൻ, അവരുടെ അധികാരം സ്ഥാപിക്കുവാൻ അവരാഞ്ഞ് പരിശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ മോശമേറിയ ഒരു അനുഭവത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തിങ്കിലേക്ക്,
ഹല്ലേലൂയ. ഒരു ശുദ്ധീകരണം നടന്നു കഴിഞ്ഞാൽ, ഒരു ദൈവപ്രവൃത്തി നടന്നു കഴിഞ്ഞാൽ, ഒരു ഡെലിവറൻസിന്റെ മിനിസ്ട്രി നടന്നു കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ നടക്കരുത്. വന്നു, ഞാൻ വിടുവിക്കപ്പെട്ടു, എനിക്കൊരു ഡെലിവറൻസ് കിട്ടി എന്ന് പറഞ്ഞ് നാം ദൈവത്തിന്റെ വഴികൾ വിട്ട് നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് തുറന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവവചനത്തിനും ദൈവകൽപ്പനകൾക്കും നാം നമ്മെ തന്നെ കൊടുക്കുന്നില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? There is a chance of take over. അതുകൊണ്ട് ഈ ശാപം മുറിക്കൽ ശുശ്രൂഷകളും ഈ ഡെലിവറൻസ് മിനിസ്ട്രിയും അത് നിലനിൽക്കണമെങ്കിൽ, അതിന്റെ റിസൾട്ടുകൾ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുരാത്മാക്കളിൽ നിന്നും ഈ ശാപങ്ങളൊക്കെ മുറിയുന്ന നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ പൈശാചിക കാര്യങ്ങളുടെ പുറയിൽ പോകാതെ നമ്മൾ ദൈവഭവനത്തിന്റെ ഭാഗമായി പരിശുദ്ധാത്മാവിനെ വിധേയപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവത്തോടു കൂടെ ഒരു ജയജീവിതത്തിന് വേണ്ടി നാം നമ്മളെ തന്നെ സമർപ്പിക്കണം. ഒരു ഡെലിവറൻസ് പ്രാപിച്ച് നമ്മൾ ഇഷ്ടത്തിൽ പോയാൽ, വീണ്ടും നമ്മൾ ആ പാപത്തിലേക്ക് പോയാൽ, അതുകൊണ്ടാണ് 38 വർഷം ഇല്ലേ പക്ഷവാതം ബാധിച്ച ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. ക്ഷണത്തിൽ അവന്റെ 38 വർഷം ആ രോഗാത്മാവ് ബാധിച്ച ആ മനുഷ്യൻ സൗഖ്യമായി കഴിഞ്ഞ യേശു വീണ്ടും കണ്ടുമുട്ടി അവനോട് പറയുക, എന്താ പറയുന്നേ? നീ പാപത്തിൽ തുടരരുത്. Do not continue in sin. നീ പാപത്തിൽ തുടരരുത്. Lest something worse comes upon you. 38 വർഷം രോഗാത്മാവിനാൽ ബാധിച്ച് ബെഥസ്ദ കുളക്കരയിൽ ദൈവത്തിന്റെ ഒരു ഇടപെടലിന് വേണ്ടി കാത്തിരുന്ന ആ മനുഷ്യൻ സൗഖ്യമായി. ഒരു അത്ഭുതം സംഭവിച്ചു. സ്തോത്രം. കിടക്കെടുത്ത് നടന്നു. ഭയങ്കര വിസ്മയമായിട്ടുള്ള കാര്യം നടന്നു. വലിയ ദൈവപ്രവൃത്തി നടന്നു. സ്തോത്രം. ഹല്ലേലൂയ. യേശു സീനിൽ നിന്ന് മാറി. അവിടെ വിഷയമായി, പ്രശ്നമായി. ആരാ നിന്നോട് കിടക്കെടുത്ത് നടക്കാൻ പറഞ്ഞത് എന്നൊക്കെ അവിടെ യേശു അവിടെ നിന്ന് സീനിൽ നിന്നും മാറി. പിന്നെ കുറച്ച് കഴിഞ്ഞ് വീണ്ടും ആ മനുഷ്യനെ കണ്ടുമുട്ടി പറയുക, നീ എന്ത് ചെയ്യരുത്? പാപത്തിന്റെ ജീവിതത്തിൽ തുടരരുത്. സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-14 വാക്യം നമുക്കൊന്ന് വായിക്കാം. സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. സ്തോത്രം. He has delivered us from the power of darkness and has translated us into the kingdom of his dear son, and we have redemption through his blood, even the forgiveness of sin. അപ്പോൾ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന്, അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? തന്റെ പുത്രനായ യേശുവിലൂടെ നാം മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നാം അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തോത്രം. നാം അന്ധകാരത്തിന്റെ രാജ്യത്തിലാണെങ്കിൽ പിശാച് എന്ത് ചെയ്യും? നമ്മെ മുടിച്ചോളയും. ഒരു ശാപമുറിക്കൽ ശുശ്രൂഷ, ഒരു ഡെലിവറൻസ് സർവീസിന് വന്ന് താൽക്കാലികമായ വിഷയങ്ങൾക്ക് ഒരു പരിഹാരം നിങ്ങൾക്കുണ്ടായെങ്കിലും ഈ ഡെലിവറൻസ് നിലനിൽക്കണമെങ്കിൽ, അതിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ നിങ്ങൾ മാറണം. അന്ധകാരത്തിന്റെ രാജ്യത്തിൽ ആണ് നാമെങ്കിൽ അവിടെ നിന്ന് നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് യേശുവാണ് സത്യമെന്ന് മനസ്സിലാക്കി നിങ്ങൾ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കണം. അവിടെയാണ് നിങ്ങൾക്ക് സുരക്ഷ ഉള്ളത്. ആ രാജ്യത്തിലാണ് ദൈവം യേശു രാജാവായി വാഴുന്നത്. ശാശ്വതമായ ഒരു ഡെലിവറൻസ്, ശാശ്വതമായ സ്തോത്രം. ഈ ദുരാത്മാക്കളിൽ നിന്നൊക്കെ നമുക്കൊരു വിടുതൽ വേണമെങ്കിൽ നമ്മൾ അന്ധകാരത്തിന്റെ രാജ്യത്തിൽ നിന്ന് നാം പാപത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് നമുക്ക് തനിഷ്ടത്തിൽ നാം നടന്നാൽ, നമ്മൾ നമ്മുടെ ചിന്താഗതികളിൽ നടന്നാൽ, you cannot be delivered. നമ്മൾ ഇന്നായിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ ഈ ശാപമുറിക്കൽ ഡെലിവറൻസ് മിനിസ്ട്രിക്ക് സ്തോത്രം നിങ്ങളെ വിളിച്ചു കൂട്ടുമ്പോൾ, ഹല്ലേലൂയ, ഇത് നിലനിൽക്കണമെങ്കിൽ, നിങ്ങൾ വന്നതിലും അത് മോശമാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വഴികളിലേക്ക്, you have to shift kingdoms. ഇന്ന് ആരെങ്കിലും മനസ്സാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ, നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ആ രാജ്യത്തിൽ പിശാചാ വാഴുന്നത്. അവിടെ അവന്റെ പ്രമാണങ്ങളാണ്. പക്ഷെ ദൈവരാജ്യത്തിൽ തന്നിഷ്ടം പാടില്ല. അവിടെ ദൈവത്തിന്റെ പ്രമാണമുണ്ട്, ദൈവത്തിന്റെ വഴികളുണ്ട്. ഈ വചനം നമുക്ക് വെളിച്ചം പ്രദാനം ചെയ്യുന്നു. ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നും ദൈവത്തിന്റെ കൽപ്പനകൾ എന്താണെന്നും ദൈവത്തിന്റെ വ്യവസ്ഥകൾ അത് നമുക്ക് തീരുമാനിക്കുവാനുള്ളതല്ല. ആർക്കാണ് ആ പൂർണ്ണമായ ഒരു വിടുതൽ, ഒരു ഡീപ് ഡെലിവറൻസ്, ആഴമായ ഒരു ദൈവപ്രവൃത്തി ആരുടെ ജീവിതത്തിലാണ് നടക്കുന്നത്? ഇന്ന് ആത്മാർത്ഥമായി നിങ്ങൾ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ, കർത്താവേ, ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ കർത്താവേ എനിക്ക് ഒരു വിടുതൽ നൽകിയാൽ, അങ്ങ് ഈ വിടുതൽ നൽകുമ്പോൾ കർത്താവേ, ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളിൽ, അങ്ങയിൽ ആശ്രയിച്ച് അങ്ങയുടെ വഴികളിൽ ഞാൻ നടക്കും. ഞാൻ എന്റെ തനിഷ്ടത്തിലും എന്റെ ബുദ്ധിയിലും യുക്തിയിലും അല്ല, ഞാൻ അങ്ങയുടെ വചനം അനുസരിച്ച് അങ്ങയുടെ ഇഷ്ടം പ്രമാണിച്ച് അങ്ങയുടെ വഴികളിൽ നടക്കുവാൻ നമുക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. എവിടെയാണ് ഈ ഡെലിവറൻസ്, ഈ വിടുതൽ ആഴമായി വെളിപ്പെടുന്നത്? എവിടെയാണ് ദൈവത്തിന്റെ ആ പ്രവർത്തികൾ വെളിപ്പെടുന്നത്? എവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ ആ കരം ശക്തിയോട് വെളിപ്പെടുന്നത്? എവിടെയാണ് ആ ബന്ധനം മുറിയുന്നത്, ആ ശാപം അഴിയുന്നത്? എവിടെ ദൈവത്തിന്റെ മാനസാന്തരം വെളിപ്പെടുമോ? എവിടെ താഴ്മ വെളിപ്പെടുമോ? എവിടെ നാം ദൈവത്തിന്റെ വഴികളിലേക്ക് മടങ്ങി വരുമോ? Wherever we return, whenever we return to the ways of God, ദൈവത്തിന്റെ വഴികളിലേക്ക്. എന്റെ പേർ വിളിക്കപ്പെടുന്ന എന്റെ ജനം അവർ തങ്ങളെ തന്നെ താഴ്ത്തി അവരുടെ ദുഷ്ടതകളെ വിട്ട് അവർ മനം തിരിഞ്ഞ് എന്റെ മുഖം അന്വേഷിച്ച് അവർ പ്രാർത്ഥിച്ചാൽ, if my people who are called by my name, if they shall humble themselves, if they shall forsake their wickedness, if they shall turn away
നമ്മളിൽ ദൈവപ്രവൃത്തി നടക്കുക. നിങ്ങളുടെ ഉള്ളിലും പുറത്തും പ്രവർത്തിക്കുന്ന, നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന, തലമുറകളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ അസ്വസ്ഥരാകുകയാണ്. ഈ വചനമൊക്കെ തീ പോലെയാ, അവർക്ക് ഇത് ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. ഈ വചനത്തിന് പിന്നിൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകം, ദൈവിക പ്രവർത്തികൾ അവരെ വേരോട് പുറച്ചളയുന്നതാണ്. നിങ്ങളൊന്ന് സമർപ്പിക്കുമോ? ആ ദുരാത്മാക്കൾ നിങ്ങളിൽ നിന്ന് പുറത്ത് ആക്കപ്പെട്ട ആ ദുരാത്മാക്കൾ തിരിച്ചു വരുമ്പോൾ, അയ്യോ ഇവിടെ ഞങ്ങൾ കയറുവാൻ കഴിയുന്നില്ല, അയ്യോ ഇത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ഒരു ഭവനമായി പോയല്ലോ, ഇവിടെ ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങളാണല്ലോ, ആ ആരാധനയാണല്ലോ ഇവിടെ നടക്കുന്നത്. 1000 ദുരാത്മാക്കൾ വന്നാലും നിന്റെ ഉള്ളിൽ കയറുവാൻ കഴിയാത്ത ഒരു രീതിയിൽ നീ ദൈവത്തോട് കണക്ട് ആയി കഴിഞ്ഞു. നീ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. നീ മഹത്വത്തിന് പ്രത്യാശ യേശുവിന് നീ നിന്റെ ജീവിതം കൊടുത്തിരിക്കുക. നീ ജീവിക്കുന്നത് നീയല്ല, ക്രിസ്തുവാ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ജീവിത ശൈലിയിലേക്ക് നാം ഒന്ന് വരുമ്പോൾ ഒന്ന് പറയാം, കർത്താവേ അങ്ങയുടെ വചനം കേട്ടു, ഞാൻ കേട്ടു. ആഴമായ ഒരു വിടുതൽ സംഭവിക്കണമെങ്കിൽ, ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കണമെങ്കിൽ, ഒരു ദൈവ പ്രവൃത്തി എന്നിൽ സംഭവിക്കണമെങ്കിൽ, എന്റെ തലമുറകളിൽ സംഭവിക്കണമെങ്കിൽ, കർത്താവേ അതിന് അങ്ങയുടെ വഴികളുണ്ടല്ലോ. ഹല്ലേലൂയ. കാര്യങ്ങൾ വീണ്ടും വഷളാകാതിരിക്കാൻ ഞാൻ മാനസാന്തരപ്പെട്ട അങ്ങയുടെ വഴികളിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. വീണ്ടും ഒരു ഡെലിവറൻസ് സംഭവിച്ചു. വീണ്ടും ആ പഴയ പാപം ചെയ്യാനാണെങ്കിൽ എന്തിനാണ് നമുക്ക് ഡെലിവറൻസ്? വീണ്ടും നമ്മുടെ തന്നിഷ്ടത്തിൽ പോകാനാണെങ്കിൽ പിന്നെ എന്തിനാ ഡെലിവറൻസ്? ദൈവത്തോട് പറയാം, കർത്താവേ നോ 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 എന്റെ ജീവിതം ദൈവത്തിന്റെ ഒരു ഓൾട്ടറായി മാറും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ഹല്ലേലൂയ ഇറങ്ങുന്ന ഒരു ഓൾട്ടറായി, ദൈവത്തിന്റെ ദൂതന്മാർക്ക് ഇറങ്ങി കയറുവാൻ കഴിയുന്ന ഒരു ഓൾട്ടറായി, ഒരു തുറന്ന സ്വർഗത്തിന്റെ ഒരു ഗേറ്റായി ഞാൻ മാറും. നിങ്ങളുടെ സമർപ്പണത്തിൽ തന്നെ ബന്ധനങ്ങൾ പൊട്ടുകയാണ്. നിങ്ങൾ ഫ്രീ ആകുകയാണ്. ഹല്ലേലൂയ. നിങ്ങളെ പീഡിപ്പിക്കുന്ന ദുരാത്മാക്കൾ സ്തോത്രം ഹല്ലേലൂയ ലജ്ജിച്ചു പോകുകയാണ്. ആ രക്തം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. ദൈവത്തിന്റെ ഒരു ശുദ്ധീകരണം നടക്കുകയാണ് ഇന്ന് പകൽക്കാലം. ഉണക്ക് വന്നാലും, സാഹചര്യങ്ങൾ കലങ്ങി മറിഞ്ഞാലും, ഹല്ലേലൂയ വരൾച്ചകൾ വന്നാലും, ഉഷ്ണം തട്ടിയാലും നിനക്ക് മാറ്റമില്ല. നീ ആചരികത്തെ നട്ടിരിക്കുന്നത്, നീ പച്ചയായി നിൽക്കും. നിന്റെ ശത്രുക്കൾ അവർ പല്ല് കഴിച്ച് ഉരുകിപ്പോകും. നീയും നിന്റെ സന്തതിയും ദേശത്തിൽ വാഴും. അത് ദൈവത്തിന്റെ അനുഗ്രഹമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. 2 രാജാക്കന്മാർ 20-ാം അധ്യായത്തിൽ ഹെസക്കിയ രാജാവിന്റെ ഒരു ചരിത്രം കിടപ്പുണ്ട്. പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. യെശയ്യാ പ്രവാചകൻ ഹെസക്കിയ രാജാവിന്റെ സന്നിധിയിലേക്ക് വരികയാണ്. മാനസാന്തരത്തിന്റെ പ്രസക്തി പറയുകയാണ്. പ്രിയം, ഒരു ഡെലിവറൻസ് നടക്കണമെങ്കിൽ, ഒരു ദൈവപ്രവൃത്തി ആഴമായി നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ ഇതെല്ലാം ദൈവത്തിന്റെ വഴികളാണ്. അത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒന്ന് വന്ന് ദൈവത്തിന്റെ കരുണയിൽ ദൈവം ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യും. പക്ഷേ ദൈവത്തിന്റെ ഡെലിവറൻസിന്റെ ആഴങ്ങളിലേക്കൊക്കെ പ്രവേശിക്കണമെങ്കിൽ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം ജീവിക്കണമെങ്കിൽ ഇത് ദൈവത്തിന്റെ വഴികളാണ്. ദൈവത്തിന്റെ വഴികളാണ്. ഇസ്രായേൽ ജനം ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ടു, പക്ഷെ മോശ ദൈവത്തിന്റെ വഴികളെ. കർത്താവേ അങ്ങയുടെ വഴികൾ ഞങ്ങളൊന്ന് പഠിക്കട്ടെ, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം 2 രാജാക്കന്മാർ 20-ാം അധ്യായം അതിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ വായിക്കാം. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനെ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന് അവനോട്, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. ഹല്ലേലൂയ. ഹിസ്കിയാവിന് എന്ത് സംഭവിച്ചു? ഒരു മരണകരമായ ഒരു രോഗം പിടിച്ചു. ഇന്നത്തെ മീറ്റിംഗിന്റെ പ്രത്യേകത, മരണകരമായ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഡെലിവറൻസ് കരമുയർത്തി ഒരു ദൂതാണ്, പ്രവചന ദൂതാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ ബ്ലെസ്സിംഗ് ആണിത്. മരണകരമായ വഴിമുട്ടി നിൽക്കുന്ന, മുമ്പോട്ട് പോകുവാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തോത്രം വഴിമുട്ടി നിൽക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ എള്ളപ്പാടാണ് ഇന്ന് പകൽക്കാലം. ഹല്ലേലൂയ. മരണകരമായ രോഗം പിടിച്ച് സ്തോത്രം കിടക്കുന്ന ഹെസക്കിയാവിനോട് ദൈവത്തിന്റെ എള്ളപ്പാടുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. ദൈവവചനം പറയുക, പ്രവാചകൻ പറയുക, നിന്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക. സെറ്റ് യുവർ ഹൗസ് ഇൻ ഓർഡർ. നമ്മുടെ ഗൃഹകാര്യങ്ങളെ ക്രമീകരിക്കുക. മരണകരമായ രോഗം പിടിച്ച് മരിക്കാൻ കിടക്കുന്ന ഈ രാജാവിനോട് ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യുക? നീ മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്തിട്ട് നീ അപ്പുറം പോയിക്കോ. നീ എന്ത് ചെയ്യണം? നിന്റെ ഗൃഹകാര്യം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ദൂത് ഈ ദിവസങ്ങളിൽ, ഈ ശുശ്രൂഷകളിൽ, ഈ ദൈവജനം നമ്മളോട് വരുമ്പോൾ, ശാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മുടെ കണ്ണുകൾ തുറക്കുമ്പോൾ ഒരാഴമായ ശുദ്ധീകരണം അകത്തും നമ്മുടെ ഭവനങ്ങളിലും നടക്കണം. നമ്മൾ വചനം കേൾക്കുന്നവരായിട്ട് മാത്രമല്ല, ഹല്ലേലൂയ, ഈ വചനം അനുസരിക്കുന്നവരായി, അത് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്തോത്രം അപ്ലൈ ചെയ്യുന്നവരായി. ആമേൻ. യെസ്, വായിക്കാം. നീ മരിച്ചു പോകും, നീ മരിച്ചു പോകും, ശേഷിക്കയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഓക്കെ, പ്രവാചകൻ വരിക, ആ പ്രവാചകന്റെ വാക്ക് തെറ്റത്തില്ല. ഇത്ര കൃത്യമാണ് ആ വാക്കുകൾ. പറയുകയാണ്, നിന്റെ ഗൃഹകാര്യം, സെറ്റ് ദൈ ഹൗസ് ഇൻ ഓർഡർ ഫോർ ദൗ ഷാൽ ഡൈ ആൻഡ് നോട്ട് ലിവ്. ദൈവം പറയുക, അതാരോടാ? ചെറിയൊരു പുള്ളിയോടല്ല, ഇസ്രായേലിന്റെ രാജാവിനോട് പറയുക, നീ മരിച്ചു പോകും, നീ ജീവിക്കുകയില്ല. യെസ് യെസ്. മുഖം ചുവരിന്റെ നേരെ തിരിച്ചു. പിന്നെ നോക്കിയേ, ദൈവത്തിന്റെ കഠിനമായ ഇടപെടലുകൾ വരുമ്പോൾ പോലും നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ കാണാം, ഈ രാജാവിന്റെ ഹൃദയത്തെ കാണാം. കഠിനമായ ദൈവത്തിന്റെ വാക്കുകൾ, വചനങ്ങൾ വരുമ്പോൾ അത് ദൈവത്തിന്റെ ഹൃദയത്തെ കാണിക്കുകയാണ്. പ്രവാചകനെ ദൈവം അയക്കുകയാണ്, പറയുകയാണ്, ഹെസക്കിയാ, നീ നിന്റെ ജീവിതം, നിന്റെ ഭവനം ക്രമീകരിക്കുക. നീ മരിച്ചു പോകും, നീ ജീവിക്കത്തില്ല. അപ്പോ മാനസാന്തരപ്പെട്ട് കാര്യങ്ങൾ ക്രമീകരിച്ച് റെഡിയായി അങ്ങോട്ട് വന്നാൽ മതി. ദൈവം അങ്ങനെയൊക്കെ സംസാരിക്കുമോ? നമുക്ക് മെച്ചൊരു ഭാഷയല്ലേ നമുക്ക് അറിയത്തുള്ളൂ.
പക്ഷെ കഠിനമായി ദൈവം സംസാരിക്കുക. നമ്മുടെ ജീവിതങ്ങളോട് ദൈവം കഠിനമായി ഇടപെടും. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ചില കാര്യങ്ങളെ ക്രമീകരിക്കാൻ വളരെ കൃത്യമായി, അതിലൊരു ദയയില്ലാതെ വളരെ കൃത്യമായി നമ്മെ കട്ട് ചെയ്യുന്നത് പോലെ. അപ്പോൾ ഹെസക്കിയ എന്താണ് ചെയ്യുന്നത്? യെസ്, മുഖം തിരിച്ചു, ചുവരിലേക്ക് നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു. ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞു. എന്നാൽ യെശയ്യാവ് നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, എന്റെ ജനമായ ഇസ്രായേൽ ജനത്തിന്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. ദൈവം പറയുക, നീ മരിച്ചു പോകും, നീ ജീവിക്കുകയില്ല, നിന്റെ ഭവനം നീ ക്രമീകരിക്കുക. അപ്പോൾ ആ വചനം കേട്ടപ്പോൾ ഹെസക്കിയാവ് എന്താ ചെയ്യുന്നത്? ദൈവത്തിന് മുമ്പാകെ താഴുകയാണ്, താൻ മാനസാന്തരപ്പെടുകയാണ്. ദൈവമേ, എന്നെ ഓർക്കണമേ, എന്നോട് കരുണ കാണിക്കണമേ. അങ്ങ് പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം. അങ്ങയുടെ കരുണയിലും ദയയോടും എന്നോട് ഇടപെടണമേ. പറഞ്ഞങ്ങോട്ട് പോയതേ ഉള്ളൂ, കൊട്ടാരം വിട്ടുപോയില്ല. അപ്പോഴത്തേക്ക് വീണ്ടും പ്രവാചകനോട് ദൈവം ഇടപെടുക. എത്ര പേർക്ക് ദൈവത്തിന്റെ ഹൃദയത്തെ കാണാം? ആ പ്രവാചകൻ പറയും, എന്താ ദൈവം ഇത്? എന്തൊരു കാര്യമായത്? ഇപ്പം മരിക്കുമെന്ന് പറയുന്നു, അത് മാറ്റി പറയാം. ദൈവം ആരാ ഇത്? ഒരു കാര്യം പറഞ്ഞ ദൈവം, നിങ്ങൾക്ക് ഒരു അപ്പന്റെ ഹൃദയം കാണാമോ ദൈവത്തിൽ? ദൈവം മാറ്റി പറയുമോ? ദൈവം നശിപ്പിക്കുന്ന ദൈവമാണോ? നാം ശാപം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണോ? അല്ല. നാം മനസ്സിനൊക്കെ കാണിച്ചാൽ, നാം മർദ്ദലിച്ച് നടന്നാൽ, നാം ദൈവത്തിന്റെ വ്യവസ്ഥകൾ വിട്ടുപോയാൽ, മനസ്സോടെ ദൈവത്തിന് അത് ചെയ്യേണ്ടി വരും. പക്ഷെ ആരെങ്കിലും മാനസാന്തരപ്പെടും. നിങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ ഒന്ന് കാണണമേ. നിങ്ങളുടെ ഡെലിവറൻസ് കിടക്കുന്നത് നിങ്ങളുടെ മാനസാന്തരത്തിലാണ്. നിങ്ങളുടെ വിടുതൽ കിടക്കുന്നത് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ. നിങ്ങൾ എത്രമാത്രം താണ് ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരുന്നത് അതിലാണ്. ഹല്ലേലൂയ. ഹെസക്കിയ തന്നെ ദൈവസന്നിധിയിൽ അങ്ങ് താഴ്ത്തി, തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി. ദൈവമേ, God, I plead for your mercy. നാം മാനസാന്തരപ്പെടുമ്പോൾ, നാം ദൈവസന്നിധിയിലേക്ക് ഒന്ന് താഴുമ്പോൾ, നാം ദൈവത്തിന്റെ വ്യവസ്ഥകളിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരുമ്പോൾ, നമ്മോട് പറഞ്ഞ പ്രവാചകനെ ദൈവം അത് തിരുത്തി പറയുവാൻ അത്ര നല്ലൊരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹെസക്കിയ, that's a tender God. He's a loving God. He's a good God. നല്ലൊരു പിതാവാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ദൈവത്തിന്റെ വിഷയമേ അല്ല. ആ നല്ലൊരു ദൈവത്തിന്റെ മുമ്പിലാണ് ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ അത് മാറും, ആ നുകം തകരും, ആ വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. ഹല്ലേലൂയ. നിങ്ങളുടെ ചെറിയൊരു മാനസാന്തരം, ചെറിയൊരു താഴ്മ ദൈവത്തിന്റെ നന്മയെ, ദൈവത്തിന്റെ ഡെലിവറൻസിനെ, ആ മരണകരമായ ആ രോഗത്തിൽ നിന്ന് ക്ഷണത്തിൽ 3 ദിവസം കൊണ്ട് നീ മടങ്ങി വരും. ആരാ ദൈവശബ്ദം കേൾക്കുന്നത്? നിന്റെ മരണകരമായ വിഷയത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് അധികം സമയം വേണ്ട. ആരോടൊക്കെയോ ദൈവം ഇടപെടും. നീ ഒന്ന് മാനസാന്തരപ്പെടുമോ? നീ ഒന്ന് താഴുമോ? നീ ഒന്ന് അനുഭവിക്കുമോ? നീ ദൈവസന്നിധിയിലേക്ക് ഒന്ന് നടുമ്പാട് വീണ് നിന്നെ തന്നെ ഒന്ന് കൊടുക്കുമോ? ഹല്ലേലൂയ. 15 വർഷം ഞാൻ നീട്ടിത്തരാം. അത് മാത്രമല്ല, ഇന്ന് നേരിടുന്ന നിന്റെ ശത്രുക്കളുടെ മേൽ ഞാൻ നിനക്ക്, അസൂർ രാജാവിന്റെ മേൽ ഞാൻ നിനക്ക്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുപ്പിക്കണം. ദൈവത്തോട് പറയണമേ, കർത്താവേ, ഞാൻ അങ്ങയുടെ ശബ്ദം കേൾക്കുന്നു, അങ്ങയുടെ ഹൃദയം കേൾക്കുന്നു. മരണകരമായ എന്റെ വിഷയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വിടുതൽ കഴിയും. അതിന്ന് എന്റെ ദിവസമാണ്. എന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾ മാറുന്ന ദിവസമാണ്. എന്റെ ബ്രേക്ക് ത്രൂവിന്റെ ദിവസമാണ്. എന്റെ ശാപം മുറിയുന്ന ദിവസമാണ്. എന്റെ ഭവനത്തിൽ നിന്ന്, തലമുറകളിൽ നിന്ന് കർത്താവേ സ്തോത്രം, ആ ശാപത്തിന്റെ അവസ്ഥകൾ മാറുന്ന ദിവസമാണ്. എനിക്ക് വേണ്ടി ഉറവകൾ തുറന്നു വരുന്ന ദിവസമാണ്. എന്റെ വന്ധ്യത മാറുന്ന ദിവസമാണ്. നിങ്ങൾ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കണമേ. നിങ്ങൾ ദൈവത്തോടൊന്ന് സമർപ്പിക്കണമേ. നിങ്ങളുടെ ഹൃദയം ഒന്ന് പകരണമേ. ഓ ജീസസ്, ഹല്ലേലൂയ. We humble ourselves. ഒരാഴമായ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. Praise God. Amen. സ്തോത്രം.